ഹലോ, കുറച്ച് തിരക്കുകൾക്കിടയിലും കുറച്ച് ഡിലേ ആയി പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേയുടെ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കേട്ടോ. എല്ലാ വർഷത്തെയും ഒരു ആചാരമാണത്, ഒരു വീഡിയോ ആണിത്. കാരണം അന്നെന്നുള്ളത് അന്നന്ന് തന്നെ പൊട്ടിക്കണം എന്നുള്ളത് എന്റെ മകന് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. എല്ലാവരും പോയതിനു ശേഷം അന്ന് തന്നെ അവൻ ആ ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു. അവള് അത്രയ്ക്ക് ആവാത്തത് കൊണ്ട് ആ ഒരു അടി നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ഓരോന്നായിട്ട് ഗിഫ്റ്റുകൾ ആ ഒരു സമയത്ത് തന്നെ അവൻ അൺബോക്സ് ചെയ്തിരുന്നു. ഈവനിങ് ആയിരുന്നു ബർത്ത്ഡേ ചെയ്തിരുന്നത്, ഈവനിങ് തന്നെ അൺബോക്സ് ചെയ്തിരുന്നു. ഇത് അവന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ബോക്സ് വന്നിട്ട് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൻസിൽ ബോക്സ് ആയിരുന്നേ. നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് കൊടുത്തില്ല എന്നുള്ളതാണ്. വേറെ ഒരു ടിപ്പിക്കൽ അമ്മയെ പോലെ തന്നെ അത് എടുത്തു വെച്ചു. ഇപ്പൊ നീ ഈ ബോക്സ് കൊണ്ടുപോയാൽ മതി, പിന്നെ ഞാൻ മാറ്റിത്തരാന്നുള്ളത്. പിന്നെ കിട്ടിയൊരു സംഭവമാണ് ഈ ഒരു കരക്ക എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഉള്ള സൗണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും അധികം കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്രാവശ്യം ഗിഫ്റ്റ് അൺബോക്സിങ്ങിൽ കുറെ സാധനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതും 2-3 സെയിം ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളത് സന്തോഷത്തോടെ തന്നെ പൊളിച്ച് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഉടുപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഉടുപ്പുകളായിരുന്നു. ഈവൻ എല്ലാം കറക്റ്റ് സൈസ് തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ എടുത്തു നോക്കി നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല പല ഗിഫ്റ്റുകളും എവിടെയാണെന്ന് പോലും അറിയില്ല കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റഡി ബുക്ക് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എവിടെയാണെന്ന് പോലും അറിയില്ല. അതേ കിച്ചൺ സെറ്റ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ പറ്റുന്ന ബുക്കുകളാണ്. ഒരു ടോയ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ എന്താല്ലേ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക, കുട്ടികൾക്ക് എന്താ കൊടുക്കുക. ഇവൾ പെൺകുട്ടിയായത് വൺ ഓർ അതർ ഡേ അവർ മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് കളിക്കാൻ കൊടുക്കാം എന്ന് വിചാരിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്. എഡ്യൂക്കേഷണൽ ടോയ്സ്, മ്യൂസിക്കൽ ടോയ്സ്, ഡ്രസ്സ്, അതുപോലെ തന്നെ ഏജ് വൈസുള്ള ടോയ്സ്, ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. എഡ്യൂക്കേഷണൽ ടോയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളും ആയിരിക്കും. ഇതൊക്കെ നല്ല രസമുള്ള ടോയ്സ് ആയിരുന്നു.
വീണ്ടും ഒരു കിച്ചൺ സെറ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. വീണ്ടും കർണാടകക്കാര് എന്ന് പറഞ്ഞ പോലെ തന്നെ കുറെ കിച്ചൺ സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങാനും എന്റെ മകൾക്ക് പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ മതിയല്ലോ, വേറെ ഇങ്ങനത്തെ കിച്ചൺ സെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഞങ്ങൾ വാങ്ങിച്ച 2-3 കിച്ചൺ സെറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ അമ്മമാരും പാരന്റ്സും ചെയ്യുന്നതായിരിക്കും കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ വരുമ്പോൾ അതിനെ എടുത്തു വെക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിനുള്ള കാരണം എന്താന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരുവിധം എല്ലാ ഗിഫ്റ്റുകളും അപ്പൊ തന്നെ തുറന്ന് വൃത്തിയാക്കി. എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ വീടൊന്ന് വൃത്തിയാക്കിയതായിരുന്നു. ഇനിയും ഈ ചപ്പ് ചവറൊക്കെ ഒന്ന് വലിച്ചു വാരിയിടരുത്. അതായത് ഈ അൺബോക്സ് ചെയ്യുന്ന പാക്കറ്റുകളൊക്കെ ഒരു കവറിൽ തന്നെ അപ്പപ്പോ ഇട്ട് വെക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. നല്ല രസമുള്ളൊരു ബൊബു ആയിരുന്നു കേട്ടോ, നായായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇവര് വീണ്ടും ആ മൈക്കൊക്കെ എടുത്ത് ഗാനമേളയൊക്കെ നടത്തുകയാണ്. അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വേറെ അവിടെ നിന്നൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.